Hi all, welcome back to a new session. Today we are going to discuss about a new group of disorders called sleep disorders. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഡീ സ്ലീപ്പ് അല്ലെങ്കിൽ ഡീസിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് അല്ലെങ്കിൽ ഡ്രീമിംഗ് സ്ലീപ്പ്. എല്ലാം ഡീ സ്ലീപ്പാണ്. ഡീസിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് അല്ലെങ്കിൽ ഡ്രീമിംഗ് സ്ലീപ്പ്. ഇതിനെ നമ്മൾ REM സ്ലീപ്പ് എന്നും വിളിക്കാറുണ്ട്. എന്താണ് REM? റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ആക്റ്റീവ് സ്ലീപ്പ് അല്ലെങ്കിൽ പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്നും വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്ന് വിളിക്കുന്നത്? അതായത് ആൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെയും ബ്രെയിൻ വളരെ അലേർട്ട് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് EEG എടുക്കുമ്പോൾ. ആ EEG എടുത്ത് നോക്കുമ്പോൾ അലേർട്ടായിരിക്കുന്നതിൻ്റെ പോലത്തെ ബ്രെയിൻ ആക്ടിവിറ്റി കാണുന്നത് കൊണ്ടാണ് നമ്മളതിനെ പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്ന് വിളിക്കുന്നത്. അടുത്തതെന്താണ്? സ്ലീപ്പ് അല്ലെങ്കിൽ സിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് അല്ലെങ്കിൽ കോൾഡ് NREM സ്ലീപ്പ്. അപ്പോൾ സ്ലീപ്പ്, സിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് അല്ലെങ്കിൽ NREM സ്ലീപ്പ് അല്ലെങ്കിൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ഇതിനെ നമ്മൾ ക്വയറ്റ് സ്ലീപ്പ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സ്ലീപ്പ് എന്ന് വിളിക്കും. അപ്പം സ്ലീപ്പ് അല്ലെങ്കിൽ NREM സ്ലീപ്പിനെ നമുക്ക് 4ആയിട്ട് വീണ്ടും തരംതിരിക്കാം. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 അങ്ങനെ 4ആയി തരംതിരിക്കാം. അതായത് ഒരാൾ ഉറങ്ങി തുടങ്ങുമ്പോൾ സ്റ്റേജ് 1 നിന്നും 2ലേക്ക് പോയി, 3ലേക്ക് പോയി, 4ലേക്ക് അങ്ങനെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങി തുടങ്ങുമ്പോൾ നമ്മളുടെ EEG വേവ്സ് ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ അങ്ങനെ പല വേവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആൽഫ ആക്ടിവിറ്റിയാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണിക്കുന്നത്. ഈ ആൽഫ ആക്ടിവിറ്റി ഡിസപ്പിയർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ഉറക്കത്തിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. ഓൺസെറ്റ് ഓഫ് സ്ലീപ്പ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഡിസപ്പിയറൻസ് ഓഫ് ആൽഫ ആക്ടിവിറ്റി. നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ കാണാം. നോക്കൂ, ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് ഓൺ ദ ലെഫ്റ്റ് എക്സ്ട്രീം യു ക്യാൻ സി അവേക്ക്, ഒരാൾ ഉണർന്നിരിക്കുകയാണ്. പിന്നീട് നമ്മൾ പോകുന്നത് സ്റ്റേജ് 1 സ്ലീപ്പിലേക്കാണ്. NREM അതായത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് എന്ന് പറയുന്ന NREM സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. സോ യു ക്യാൻ സി ഇത് ഡെപ്ത്, കുളത്തിൻ്റെ പടവ് ഇറങ്ങി പോകുന്നത് പോലെ ഡെപ്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡെപ്ത് ഓഫ് സ്ലീപ്പിലേക്ക്, അത് താഴത്തേക്ക് പോകുന്നതോറും ഡീപ്പ് സ്ലീപ്പായി വരുന്നു. സോ ആ വലത്തെ അറ്റത്ത് നോക്കി കാണാം, ലൈറ്റ് സ്ലീപ്പ് മുകളിലും ഡെപ്ത് ഓഫ് സ്ലീപ്പ് താഴത്തേക്കുമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റേജ് 4 വന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഷൂട്ടപ്പ് ചെയ്തിട്ട് സ്റ്റേജ് 1 ഏകദേശം കറസ്പോണ്ടിങ് ആയിട്ടുള്ള REM സ്ലീപ്പിലേക്ക് പോവുകയും പിന്നീട് വീണ്ടും അതുപോലെ തന്നെ 1, 2, 3 അങ്ങനെ NREM സ്ലീപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ REM ആൻഡ് NREM സ്ലീപ്പ് ബോത്ത് ആർ ഒക്കറിങ് സൈഡ് ബൈ സൈഡ്. അതങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സൈക്ലിക്കലായിട്ട് അങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇൻ ആൻ 8 hour സ്ലീപ്പ് യൂഷ്വലി 6 to 6.5 hours ആർ സ്പെൻഡ് ഇൻ NREM സ്ലീപ്പ് വൈൽ 1 to 1.5 to 2 hours ആർ ഇൻ REM സ്ലീപ്പ്. അപ്പം കൂടുതലും നമ്മൾ NREM സ്ലീപ്പിലാണ്. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ REM സ്ലീപ്പിലുള്ളൂ അല്ലെങ്കിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് അല്ലെങ്കിൽ ഡ്രീം സ്ലീപ്പ് എന്ന് പറയുന്ന സ്ലീപ്പിലുള്ളൂ. ഔട്ട് ഓഫ് 6 to 6.5 hours NREM സ്ലീപ്പ് ഓൺലി അബൌട്ട് 70 to 80 minutes ആർ സ്പെൻഡ് ഇൻ സ്റ്റേജ് 4. അതായത് 6-6.5 മണിക്കൂറുള്ള NREM സ്ലീപ്പിൽ നമ്മൾ ഏകദേശം 1.5 മണിക്കൂറോളം മാത്രമേ നമ്മൾ ഏറ്റവും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നുള്ളൂ. മാക്സിമം സ്റ്റേജ് 4 സ്ലീപ്പ് ഒക്കേഴ്സ് ഇൻ ദ ഫസ്റ്റ് 1/3 ഓഫ് ദ നൈറ്റ്. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ആദ്യത്തെ 1/3 മാത്രമാണ് നമ്മൾ ഏറ്റവും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നത്. ദ REM സ്ലീപ്പ് ഒക്കേഴ്സ് മാക്സിമലി ഇൻ ദ ലാസ്റ്റ് 1/3 ഓഫ് സ്ലീപ്പ്. നമ്മൾ അതുകൊണ്ടാണ് പുലർക്കാലങ്ങളിൽ നമ്മൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത്. അവസാനത്തെ 1/3 എപ്പോഴും REM സ്ലീപ്പ് ഉണ്ടാകുന്നത്. REM സ്ലീപ്പ് ഒക്കേഴ്സ് റെഗുലർലി ആഫ്റ്റർ എവറി 90 to 100 minutes വിത്ത് പ്രോഗ്രസീവ് ലെങ്തനിങ് ഓഫ് ഈച്ച് REM പീരീഡ്. അതായത് ഫസ്റ്റ് REM പീരീഡ് 10 മിനിറ്റിൽ താഴെയായിരിക്കും ഉണ്ടാവുക ആദ്യത്തെ സൈക്കിളിൽ. പിന്നീട് ഓരോ സൈക്കിൾ കൂടുന്തോറും REM സ്ലീപ്പിൻ്റെ ഡ്യൂറേഷൻ കൂടി വരും. അങ്ങനെ ഓരോ 90 to 100 minutes കൂടുമ്പോഴും ഓരോ REMൻ്റെ സൈക്കിൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ മൊത്തം 4 മുതൽ 5 REM പീരീഡ് മൊത്തം നമ്മുടെ സ്ലീപ്പിൻ്റെ ഡ്യൂറേഷനിൽ ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യങ്ങർ പേഴ്സൺ, യങ്ങായിട്ടുള്ള ഒരാൾ ടിപ്പിക്കലി നീഡ് മോർ സ്ലീപ്പ്. ദ യൂഷ്വൽ സ്ലീപ്പ് ഡ്യൂറേഷൻ ന്യൂ ബോൺ എത്രയാണ്? 16 to 18 hours ആണ്. വിത്ത് 8 to 10 hours ഓഫ് സ്ലീപ്പ് ഇൻ REM സ്ലീപ്പ്. അതായത് ന്യൂ ബോണിൽ 18 മണിക്കൂറോളം ഉള്ളതിൽ 10 മണിക്കൂറോളം വരുന്നത് REM സ്ലീപ്പാണ്. ആസ് ദ ഏജ് അഡ്വാൻസസ് ദ സ്ലീപ്പ് ഡ്യൂറേഷൻ ടെൻഡ് ടു റെഡ്യൂസ്. അപ്പോൾ വയസ്സാവും തോറും സ്ലീപ്പ് ഡ്യൂറേഷൻ കുറഞ്ഞു വരും. അപ്പം ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ദ വേരിയസ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് include
ഫസ്റ്റ് വൺ ഡിസോംനിയാസ്. ഡിസോംനിയാസ് ഡിസ് മീൻസ് ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ അൺപ്ലസൻറ്റ് എന്നുള്ളതാണ് അർത്ഥം. സോ ഡിസോംനിയാസിൽ വരുന്നത് ഒന്ന് ഇൻസോംനിയ അല്ലെങ്കിൽ രണ്ടാമത് ഹൈപ്പർസോംനിയ, പിന്നെ ഡിസോർഡേഴ്സ് ഓഫ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ, രണ്ടാമത്തത് പാരാസോംനിയാസ്. ഇതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഡിസോംനിയാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസോംനിയാസ് ആർ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്റ്റർബൻസസ് ഇൻ ദ എമൗണ്ട്, ക്വാളിറ്റി ഓർ ടൈമിംഗ് ഓഫ് സ്ലീപ്പ്. ദീസ് ആർ ദ കോമണസ്റ്റ് ഡിസോർഡേഴ്സ് ഓഫ് സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, ഉറങ്ങുന്നത് ഉറക്കം ശരിയായ രീതിയിൽ ഉറങ്ങിയോ അല്ലെങ്കിൽ എത്ര സമയം ഉറങ്ങി, ഇതിലൊക്കെ ഉണ്ടാകുന്ന അപാകതകളെയാണ് നമ്മൾ ഡിസോംനിയാസ് എന്ന് പറയുന്നത്. അതേസമയം അതിൽ വരുന്ന ഇൻസോംനിയ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോൺ ആസ് ദ ഡിസോർഡർ ഓഫ് ഇനീഷ്യേഷൻ ആൻഡ് ഓർ മെയിൻ്റനൻസ് ഓഫ് സ്ലീപ്പ്. ഷോർട്ട് ഫോം പറയാൻ ഡിംസ് എന്ന് പറയും. ഡിസോർഡർ ഓഫ് ഇനീഷ്യേഷൻ ആൻഡ് ഓർ മെയിൻ്റനൻസ് ഓഫ് സ്ലീപ്പ്. ഇൻസോംനിയ മീൻസ് വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ്. അത് ഇൻസോംനിയ പല തരത്തിൽ വരാം. ഒന്നെന്താണ്, ഡിഫിക്കൽട്ടി ഇൻ ഇനീഷ്യേറ്റിംഗ് സ്ലീപ്പ്, അതായത് നമുക്ക് ഉറങ്ങി കിട്ടാനുള്ള പ്രയാസം, ഗോയിങ് ഓഫ് ടു സ്ലീപ്പ്. രണ്ടാമത് ഡിഫിക്കൽട്ടി ഇൻ മെയിൻറ്റെയിനിങ് സ്ലീപ്പ്, അതായത് ഉറങ്ങി കിട്ടി പക്ഷേ അത് തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനുള്ള പ്രയാസം. ദിസ് ക്യാൻ ഇൻക്ലൂഡ് ബോത്ത് ഫ്രീക്വൻറ്റ് അവേക്കനിങ് ഡ്യൂറിങ് നൈറ്റ്, രാത്രി ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നതാവാം, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് അവേക്കനിങ് ആവാം, നേരത്തെ ഉണരുക പിന്നെ ഉറങ്ങാൻ പറ്റില്ല. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ നോൺ റിസ്റ്റോറേറ്റീവ് സ്ലീപ്പാണ്. അതായത് നമ്മളിപ്പം ചില ആളുകളോട് ചോദിച്ചാൽ പറയും അവർ 8 മുതൽ 10 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷേ എന്നിരുന്നാലും അവർക്ക് അവിടെ ചോദിച്ചാൽ പറയും ഒരു ഉറങ്ങിയതിൻ്റെ ഒരു ക്ഷീണം മാറുന്നില്ല എന്ന് പറയും. അതാണ് നോൺ റിസ്റ്റോറേറ്റീവ് സ്ലീപ്പ് എന്ന് പറയുന്നത്. വേർ ഡിസ്പൈറ്റ് ആൻ ആഡിക്വേറ്റ് ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പ് ദർ ഇസ് എ ഫീലിംഗ് ഓഫ് നോട്ട് ഹാവിങ് റെസ്റ്റഡ് ഫുള്ളി, പുവർ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഉറങ്ങിയതായി തോന്നുന്നില്ല ഇത്രയധികം ഉറങ്ങിയാലും, അതിനെയാണ് നമ്മൾ നോൺ റിസ്റ്റോറേറ്റീവ് സ്ലീപ്പ്. അപ്പോൾ 3 തരത്തിലാണ് ഇൻസോംനിയ ഉള്ളത്. ഡിഫിക്കൽട്ടി ഇൻ ഇനിഷ്യേറ്റിംഗ് ദ സ്ലീപ്പ്, ഡിഫിക്കൽട്ടി ഇൻ മെയിൻറ്റെയിനിങ് സ്ലീപ്പ് ആൻഡ് നോൺ റിസ്റ്റോറേറ്റീവ് സ്ലീപ്പ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? നമ്മൾ തറോ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് അസസ്മെൻറ്റ് നടത്തണം. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻസോംനിയയാണ് പല സൈക്യാട്രിക് ഡിസോർഡേഴ്സിൻ്റെയും ഫസ്റ്റ് പ്രസൻറ്റേഷനായിട്ട് വരിക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് നടത്തണം. അത് മെഡിക്കലായിട്ടുള്ളതും സൈക്യാട്രിക് ആയിട്ടുള്ള അസസ്മെൻറ്റും നടത്തണം. ദെൻ അങ്ങനെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പോളിസോംനോഗ്രഫി ചെയ്യണം. പോളിസോംനോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളുടെ EEG അനാലിസിസ് ചെയ്തിട്ട് ഉറക്ക സമയത്തുള്ള EEGയും എണീറ്റിരിക്കുമ്പോഴുള്ള EEGയും എല്ലാം എടുത്തുകൊണ്ടുള്ളൊരു അനാലിസിസിനെയാണ് നമ്മൾ പോളിസോംനോഗ്രഫി എന്ന് പറയുന്നത്. ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി അണ്ടർലൈങ് ഫിസിക്കൽ ആൻഡ് സൈക്യാട്രിക് ഡിസോർഡർ ഇഫ് പ്രസൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഉറക്കക്കുറവുണ്ടാവാം, അതുപോലെ തന്നെ സൈക്യാട്രിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ ഉറക്കക്കുറവുണ്ടാവാം. ഇത് രണ്ടും പരിഹരിച്ചുകൊണ്ട് നമുക്കതിന് ചികിത്സിക്കാം. ദെൻ പെട്ടെന്ന് ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കക്കുറവുണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ള മരുന്നുകളെല്ലാം നമുക്ക് വേണമെങ്കിൽ പിൻവലിക്കാം. പിന്നെ റിലാക്സേഷൻ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള റിലാക്സേഷൻ, സ്ലീപ്പ് ഹൈജീൻ, അങ്ങനെയുള്ള മെത്തേഡ്സ് എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ പ്രൊമോട്ടിംഗ് ഗുഡ് സ്ലീപ്പ് എന്നാണ് സ്ലീപ്പ് ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത് ഇൻസോംനിയയ്ക്ക് ഒരു ചികിത്സയായിട്ടല്ല, പക്ഷെ നമുക്ക് ഉറക്കം സാധാരണഗതിയിൽ ഉറക്കം പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് സൈക്കോതെറാപ്പി ചെയ്യാം. അത് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സൈക്കോതെറാപ്പി. പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ ബെൻസോഡയസെപ്പീൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് കൊടുക്കാറുള്ളത്. അപ്പം സ്ലീപ്പ് ഹൈജീനിൽ ഉണ്ടാകുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്? ഒന്ന്, റെഗുലർ ഡെയിലി ഫിസിക്കൽ എക്സസൈസസ്, പ്രിഫറബിളി ഇൻ ദ ഈവനിങ്, നോട്ട് ഇൻ ദ ഈവനിങ്. മോർണിംഗിൽ ഏർലി മോർണിംഗ് നമ്മൾ റെഗുലർ എക്സസൈസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് പറയുന്നത്. ദെൻ മിനിമൈസ് ഡേ ടൈം നാപ്പിംഗ്. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഉറങ്ങിയും തോന്നുകയില്ല, അവരെ ഉറക്കം കൃത്യമായി കിട്ടുകയില്ല. ദെൻ അവോയ്ഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് ആൻഡ് ഹെവി മീൽസ് ജസ്റ്റ് ബിഫോർ ബെഡ് ടൈം. അപ്പം അധികം ഹെവി മീൽസും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് കൂടുതൽ ആണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും അതുവഴി അവർ ഉറക്കം തടസ്സപ്പെടുകയും ചെയ്യും. അവോയ്ഡ് കഫീൻ ഇൻടേക്ക്. കഫീൻ നിങ്ങൾക്കറിയാം സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ അത് സ്ലീപ്പ് ഹവേഴ്സിന് മുമ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. ദെൻ അവോയ്ഡ് റെഗുലർ യൂസ് ഓഫ് ആൽക്കഹോൾ. അതായത് ആൽക്കഹോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉറക്കത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അവോയ്ഡ് റീഡിങ് ഓർ വാച്ചിങ് ടെലിവിഷൻ വൈൽ ഇൻ ബെഡ്. കിടന്നുകൊണ്ട് പുസ്തകം വായിക്കുകയോ കിടന്നുകൊണ്ട് TV കാണുകയോ ചെയ്യരുത്. സ്ലീപ്പ് ഇൻ എ ഡാർക്ക്, ക്വയറ്റ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ്. ദെൻ റെഗുലർ ടൈംസ് ഫോർ ഗോയിങ് ടു സ്ലീപ്പ് ആൻഡ് അവേക്കിംഗ് അപ്പ്. അതൊരു കൃത്യമായൊരു ദിനചര്യ ഉറങ്ങാനും എണീക്കാനും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ട്രൈ റിലാക്സേഷൻ ടെക്നിക്സ്. ഇനി അടുത്തത് ഹൈപ്പർസോംനിയ. ഹൈപ്പർസോംനിയ എന്ന് പറഞ്ഞാൽ അധികമായിട്ടുള്ള ഉറക്കം എന്നുള്ളതാണ് അർത്ഥം. ഹൈപ്പർസോംനിയ ഈസ് ഓൾസോ നോൺ ആസ് ഡിസോർഡർ ഓഫ് എക്സസീവ് സോംനലൻസ്, ഡസ് എന്ന് പറയും. ഹൈപ്പർസോംനിയ മീൻസ് വൺ ഓർ മോർ ഓഫ് ദി ഫോളോയിങ്. ഒന്ന്, എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ് ആയിട്ട് വരാം. 2, സ്ലീപ്പ് അറ്റാക്സ് ഡ്യൂറിങ് ഡേ ടൈം. അത് പെട്ടെന്ന് വിചാരിക്കാതിരിക്കുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോവുക. 3, സ്ലീപ്പ് ഡ്രങ്കൺനെസ്. ദ പേഴ്സൺ നീഡ്സ് മച്ച് മോർ ടൈം ടു അവേക്കൻ. അതായത് കുറേ നേരത്തേക്ക് കൺഫ്യൂസ്ഡ് ആൻഡ് ഡിസോറിയൻറ്റഡ് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിന് വിളിച്ചാൽ കുറേ നേരത്തേക്ക് അയാൾക്ക്
ആകെ ഒരു ഡ്രങ്കൺ അവസ്ഥയായിരിക്കും. കോസസ് എന്തൊക്കെയാണ്? ഒന്ന് നാർക്കോലെപ്സി എന്ന് പറഞ്ഞ അസുഖമാണ്. ഇത് ചോദിക്കാറുണ്ട്, നാർക്കോലെപ്സി. ദിസ് ഇസ് എ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ excessive daytime sleepiness, often disturbed nighttime sleep and disturbance in the REM sleep. The common age of onset is 15 to 25 years with usually a stable course throughout life. അപ്പോൾ ഇതിൻ്റെ ടെട്രാഡ് ഓഫ് സിംറ്റംസ് ഉണ്ട് നാർക്കോലെപ്സിയുടെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സ്ലീപ്പ് അറ്റാക്സ് ഉണ്ടാവും, രണ്ട് കാറ്റാപ്ലക്സി. കാരണം കാറ്റാപ്ലക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്രപ്റ്റ് ലോസ് ഓഫ് മസിൽ ടോൺ ആണ്. പെട്ടെന്ന് മസിൽ ടോൺ അങ്ങ് ലോസ് ആവുക, അതിന് ഒരു ഫ്ലാസിഡായ അവസ്ഥയിലേക്ക് പോവുക. ദെൻ ഹിപ്നഗോഗിക് ഹാലൂസിനേഷൻ. എന്താണ് ഹിപ്നഗോഗിക് ഹാലൂസിനേഷൻ? ഹിപ്നഗോ, ഉറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഹാലൂസിനേഷൻസ്. ദെൻ സ്ലീപ്പ് പാരാലിസിസ്, ആകെ തളർന്നു പോകുന്ന അവസ്ഥ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 4 naps അറ്റ് റെഗുലർ ടൈംസ് ഇൻ എ ഡേ. അത് കൃത്യമായ ആ സമയത്ത് മാത്രം ഉറങ്ങാനും അങ്ങനെയുള്ള ഒരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ സ്റ്റിമുലൻ്റ് മെഡിക്കേഷൻസ് ആണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. ആംഫെറ്റമിൻസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്ന എന്നാണ് മൊഡാഫിനിൽ എന്ന് പറഞ്ഞ ഡ്രഗും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സ്, കാറ്റപ്ലക്സി ഉള്ള പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സും കൊടുക്കാറുണ്ട്. അടുത്തത് സ്ലീപ്പ് അപ്നിയ. എന്താണ് സ്ലീപ്പ് അപ്നിയ? ഇറ്റ്സ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് റിപ്പീറ്റഡ് എപ്പിസോഡ്സ് ഓഫ് അപ്നിയ ഡ്യൂറിങ് സ്ലീപ്പ്. ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അടുത്ത ഒരു വാക്കാണ് ക്ലെയിൻ ലെവിൻ സിൻഡ്രോം. This is a syndrome characterized by hypersomnia, hyperphagia, hypersexuality. ഹൈപ്പർസോംനിയ ഉണ്ടാവാം, ഹൈപ്പർഫാജിയ ഉണ്ടാവാം, ഹൈപ്പർസെക്ഷുവാലിറ്റി. ഇത് മൂന്നും ചേർന്ന് വരുന്ന ഒരു സിൻഡ്രോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലീൻ ലെവിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസോർഡേഴ്സ് ഓഫ് സ്ലീപ്പ് വേക്ക് സ്കെഡ്യൂളാണ്. ദീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്റ്റർബൻസ് ഇൻ ദ ടൈമിംഗ് ഓഫ് സ്ലീപ്പ്. അതായത് ടൈമിങ്ങിൽ തെറ്റ് ആ ഷെഡ്യൂളിൽ സ്ലീപ്പ് വേക്ക് ഷെഡ്യൂളിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അതിന് കോമൺ കോസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജെറ്റ് ലാഗാണ്. ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റാപ്പിഡ് ചേഞ്ച് ഇൻ ടൈംസ് ആണ്. ഒരു രാജ്യത്തിൽ നിന്ന് നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉറക്കത്തിൻ്റെ ക്രമം വ്യത്യാസം വരുന്നു. രാത്രി പകലുകൾ വ്യത്യാസം വരുമ്പോൾ അവരുടെ ഉറക്കക്രമത്തിലും വ്യത്യാസം വരുന്നു. അതിനാണ് നമ്മൾ ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. രണ്ട് വർക്ക് ഷിഫ്റ്റ് ഫ്രം ഡേ ടു നൈറ്റ് ആൻഡ് വൈസ് വേഴ്സ. അത് നമ്മളെല്ലാവർക്കും അറിയുന്നൊരു, പ്രത്യേകിച്ച് നേഴ്സുമാർക്കൊക്കെ വളരെ പരിചിതമായൊരു കാര്യമാണ്. നൈറ്റ് എടുത്ത് പിന്നെ നൈറ്റ് ഓഫിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. ദെൻ അൺയൂഷ്വൽ സ്ലീപ്പ് ഫേസസ്. ചില ആൾക്കാർ റെഗുലറായിട്ട് സമയത്ത് ഉറങ്ങില്ല, രാത്രി ഉറങ്ങാൻ പറ്റില്ല, അവർ ലേറ്റ് നൈറ്റായിട്ടേ കിടക്കുകയുള്ളൂ, അവർ വളരെ ലേറ്റായിട്ട് പകലെ എണീക്കുകയുള്ളൂ. അതിന് നമ്മൾ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഔൾസ് എന്ന് പറയും, മൂങ്ങകൾ എന്ന് പറയുന്ന പോലെ. ചില ആളുകൾ അങ്ങനെയാണ്, രാത്രി തീരെ ഉറക്കം വരില്ല അവർക്ക്, ഏർലി മോർണിംഗിൽ അവർ കിടന്നുറങ്ങി പിന്നെ ഒരുപാട് വൈകി എണീക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഈസ് യൂഷ്വലി നീഡഡ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് വേണമെങ്കിൽ ബെൻസോഡൈസിപ്പിൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റുട്ടീൻ അഡ്വക്കേറ്റ് ചെയ്യുക, ആ റുട്ടീൻ ഫോളോ ചെയ്യാൻ അവരോട് പറയുക. അടുത്ത വാക്കാണ് പാരാസോംനിയാസ്. എന്താ പാരാസോംനിയസ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ഡിസ്ഫങ്ഷൻസ് ഓർ എപ്പിസോഡിക് നൊക്ടേണൽ ഇവൻറ്റ്സ് ഒക്കറിങ് വിത്ത് സ്ലീപ്പ് സ്റ്റേജസ് ഓർ പാർഷ്യൽ എറൗസൽസ്. ഒന്നാമത്തെ പറഞ്ഞാൽ സ്ലീപ്പ് വാക്കിംഗ് ആണ്. സ്ലീപ്പ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ സോംനാംബുലിസം. രണ്ട് സ്ലീപ്പ് ടെറേഴ്സ് ഓർ നൈറ്റ് ടെറേഴ്സ്, അതിന് പവർ നൊക്ടേണസ് എന്ന് പറയും. നൈറ്റ് മെയറുണ്ട്, നൈറ്റ് ടെററുണ്ട്. സോ നൈറ്റ് ടെറർ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് അറിയാതെ, പേഷ്യൻ്റ് എന്താണെന്ന് മനസ്സിലാവില്ല, പെട്ടെന്ന് അവർ NREM സ്ലീപ്പിൻ്റെ സമയത്ത് ചാടി എണീക്കും. സോ NREM ഈസ് നോൺ ഡ്രീം സ്ലീപ്പ്. അപ്പോൾ പേഷ്യൻറ്റിന് NREM നോൺ ഡ്രീം സ്ലീപ്പ് ആണെങ്കിലും ആ സമയത്ത് നമ്മളെല്ലാവരും ഡ്രീം കാണുന്നുണ്ട്, പക്ഷെ നമുക്കത് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ നോൺ ഡ്രീം സ്ലീപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ആ സ്ലീപ്പിൽ നമ്മളെന്തെങ്കിലും ഡ്രീം കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ചാടി എണീറ്റ് ഉറക്കെ അലറി വിളിച്ച് ആകെ വെപ്രാളപ്പെടുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ സ്ലീപ്പ് ടെറർ അല്ലെങ്കിൽ നൈറ്റ് ടെറർ എന്ന് പറയുന്നത്. അത് അവർക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ നൈറ്റ് മെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുസ്വപ്നം എന്ന് പറയാറുള്ളത് അത് REM സ്ലീപ്പിൻ്റെ സമയത്താണ് ഉണ്ടാവുക. അത് ഏർലി മോർണിംഗിലാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഡിസോർഡറാണ് ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ സ്ലീപ്പ് റിലേറ്റഡ് എന്യൂറസിസ് എന്ന് പറയുന്നത്. അടുത്തത് ബ്രൂക്സിസം അല്ലെങ്കിൽ ടീത്ത് ഗ്രൈൻഡിങ് എന്ന് പറയും. പിന്നെ അടുത്തത് അഞ്ചാമത്തെന്ന് പറയുന്നത് സ്ലീപ്പ് ടോക്കിംഗ് അല്ലെങ്കിൽ സോംനിലോക്വി. അതായത് നിങ്ങൾ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും, രാത്രി നേരത്തെ എണീറ്റൊക്കെ ഇരുന്ന് പഠിക്കും, രാത്രി വൈകി ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ പല്ല് കടിക്കുന്നതിനാണ് ബ്രൂക്സിസം അല്ലെങ്കിൽ ടീത്ത് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം ചികിത്സ എന്ന് പറഞ്ഞാൽ ബെൻസോഡൈസിപ്പിൻസ് ആണ്. സോ ബെൻസോഡൈസിപ്പിൻ സപ്രസ് സ്റ്റേജ് 4 NREM സ്ലീപ്പ് ആൻഡ് സിംഗിൾ ഡോസ് അറ്റ് ബെഡ് ടൈം വുഡ് ബി സഫിഷ്യൻറ്റ്. അപ്പം അതിൻ്റെ ബെൻസോഡൈസിപ്പിനാണ് ട്രീറ്റ്മെൻറ്റ്. സോ ഇത്രയാണ് നമുക്ക് സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇതിലുള്ള ഈ വാക്കുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക.
ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ, നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മിക്കവാറും ഉടനെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇരുന്ന് കാണുക. സൈക്യാട്രി ഒരുവിധം എല്ലാ ടോപ്പിക്സും ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ടോപ്പിക്സ് ബാക്കിയുണ്ട്, അത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായവും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു.